പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, NIOSന്റെ ഹോം സയൻസിലെ ചാപ്റ്റർ 13 ഇൻകം മാനേജ്മെന്റ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ് വരുന്നത്. ഇൻകം മാനേജ്മെന്റ് എന്ന ഈ ടോപ്പിക്ക് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇൻകം മാനേജ്മെന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കൊരു കൃത്യമായ ഉത്തരം പറയേണ്ട ഇതുണ്ട്. ഇൻകം മാനേജ്മെന്റ് മീൻസ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഇൻകം. ഇൻകത്തെ പ്ലാൻ ചെയ്യുക, ഒപ്പം തന്നെ കൺട്രോൾ ചെയ്യുക, ഒപ്പം തന്നെ എക്സ്പെൻഡിച്ചറിനെയും പ്ലാൻ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഫാമിലിയുടെ നീഡ്സ് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്യൂച്ചറിന് വേണ്ടി സേവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ തൃപ്തികരമായ രീതിയിൽ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി പോകണമെങ്കിൽ നമ്മുടെ ഇൻകത്തെയും എക്സ്പെൻഡിച്ചറിനെയും നമ്മൾ ശ്രദ്ധാപൂർവം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇത് പ്ലാൻ ചെയ്യലും കൺട്രോൾ ചെയ്യലുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വരുമാനം എങ്ങനെ ഉണ്ടാക്കണമെന്ന് മുൻപേ പ്ലാൻ ചെയ്യണം. ഉണ്ടായ വരുമാനത്തെ നമ്മൾ ചെലവാക്കുന്നതിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്നതിനെയും പ്ലാൻ ചെയ്യണം. സോ അത് ഫാമിലീസിന് പല കാര്യങ്ങൾക്ക് പണം ബുദ്ധിപരമായി വിനിയോഗിക്കുന്നതിന് സഹായകമാണ്. ഒപ്പം തന്നെ അൺനെസസറി എക്സ്പെൻഡിച്ചർ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇത് കാരണമാകുന്നു. ഒപ്പം തന്നെ സേവ് ഫോർ എമർജൻസീസ്, ഫ്യൂച്ചർ എമർജൻസീസിന് വേണ്ടിയിട്ട് പണം നീക്കിവെക്കുവാനായിട്ട് നമുക്ക് ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വളരെ വൈസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ഇംപ്രൂവ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, കുടുംബത്തിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഇത് കാരണമാകും. സോ ഈ ചാപ്റ്റർ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഇൻകത്തെ നമുക്ക് 2 കാറ്റഗറിയായി തിരിക്കാം എന്നതാണ് പറഞ്ഞുകൊണ്ടാണ് ചാപ്റ്റർ തുടങ്ങുന്നത്. ഇൻകം മാനേജ്മെൻറ്റ് മീൻസ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ടു സാറ്റിസ്ഫൈ ഫാമിലി നീഡ്സ് ആൻഡ് ടു സേവ് ഫോർ ദ ഫ്യൂച്ചർ. ഇതൊന്ന് നന്നായി പഠിക്കണം. എന്താണ് ഇൻകം മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻകം മാനേജ്മെൻറ്റ് എന്നത് പ്ലാനിങ്ങും കൺട്രോളിങ്ങുമാണ്. 2 ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? പ്ലാനിങ്ങും കൺട്രോളിങ്ങും. എന്തിനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യേണ്ടത്? ഇൻകത്തിനെയും എക്സ്പെൻഡിച്ചറിനെയും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് ദ ഫാമിലി ആൻഡ് ഓൾസോ ടു സേവ് ഫോർ ദ ഫ്യൂച്ചർ. ഈ 2 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുവാൻ, ഫ്യൂച്ചറിന് വേണ്ടി സേവ് ചെയ്യുവാനാണ് ഇൻകം മാനേജ്മെൻറ്റ് വളരെ കമ്പൽസറി ആയിട്ട് എല്ലാവരും ചെയ്യണം എന്ന് നിർബന്ധിക്കുന്നത്. സോ ഇൻകത്തെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് പറയാം. മണി ഇൻകം, റിയൽ ഇൻകം. എന്താ മണി ഇൻകം അഥവാ MI? എന്താണ് റിയൽ ഇൻകം അഥവാ RI? മണി ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി റിസീവ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ സാലറി. നമുക്ക് ക്യാഷ് അല്ലെങ്കിൽ സാലറി ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് പണത്തിൻ്റെ കറൻസിയുടെ രൂപത്തിലേക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്ന പൈസ, അതാണ് മണി ഇൻകം എന്ന് പറയുന്നത്. സോ അതിലെന്തൊക്കെ വരും? നമുക്ക് സാലറി വന്ന് വീഴുമായിരിക്കും, അല്ലെങ്കിൽ റെൻറ്റ് വന്ന് വീഴുമായിരിക്കാം ഇൻകമായിട്ട്. ദെൻ ഇൻട്രസ്റ്റ്, ബാങ്കുകളിൽ നിന്ന് പലിശ, ബാങ്കിൽ നിക്ഷേപങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുമായിരിക്കാം. നമ്മൾ എന്തെങ്കിലും കോച്ചിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്യൂഷൻ ഫീസ് നമുക്ക് കിട്ടുമായിരിക്കാം. അല്ലെങ്കിൽ വെജിറ്റബിൾസ് നമുക്ക് വീട്ടിലുണ്ട്, അത് വിറ്റിട്ട് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ, ഫാർമേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരെ സംബന്ധിച്ച് ഒരു ഇൻകം ആയിരിക്കും അത്. ഇനി റിയൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. റിയൽ ഇൻകം എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് സാറ്റിസ്ഫൈ അവർ നീഡ്സ് ഡയറക്റ്റ്ലി. നമ്മുടെ നീഡ്സിനെ ഡയറക്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗുഡ്സും സർവീസസും എല്ലാം എന്താണ്? റിയൽ ഇൻകം എന്ന കാറ്റഗറിയിൽ പെടുന്നു. ഓക്കെ, അതായത് എക്സാമ്പിൾസ് പറയാം. നമുക്ക് വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സൗകര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പുറത്തു നിന്ന് ഭക്ഷണം വാങ്ങിക്കുമ്പോഴുള്ള വലിയ ചിലവ് ചുരുങ്ങുന്നില്ലേ? തീർച്ചയായും കുറയുന്നുണ്ട്. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൻ്റെ 4/1 ഭാഗം പണം ഉണ്ടെങ്കിൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ, നല്ലൊരു വീട്, കിച്ചൺ, അത് പാചകം ചെയ്യാൻ അറിയാവുന്ന ആളുകളൊക്കെ വീട്ടിലുണ്ടാവണം. അവർക്ക് സമയം എല്ലാം വേണം. ഇതൊന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു വരുമാനം നമുക്ക് അതിനുവേണ്ടി ചിലവാക്കേണ്ടി വരും. അപ്പോൾ റിയൽ ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ കൈവശമുള്ള ഫെസിലിറ്റീസും ഗുണങ്ങളും കൂടിയാണ്. അത് നമുക്ക് എക്സ്ട്രാ ഇൻകത്തിൻ്റെ ഏൺ ചെയ്യുന്ന ബെനിഫിറ്റാണ് നൽകുന്നത്. നമ്മുടെ വസ്ത്രങ്ങൾ നമ്മൾ തന്നെ തയ്ച്ചെടുക്കാനായിട്ട് നമുക്കറിയാമെങ്കിലോ, സ്റ്റിച്ചിങ് ക്ലോത്ത്സ് ബൈ യുവർ സെൽഫ്. ഓക്കെ, നമ്മൾ ആ പുറത്ത് പണം മുടക്കുന്ന പൈസ നമ്മൾ സ്വയം ഏൺ ചെയ്യുന്നത് പോലെ ആയി. ഓക്കെ, സോ കമ്പനി അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് പുറമേ നിന്ന് കറൻസി നോട്ടുകൾ ഇങ്ങോട്ട് എത്തുന്നില്ല, അല്ലെങ്കിൽ പണം ബാങ്ക് അക്കൗണ്ടിൽ വരുന്നില്ല. പക്ഷേ അതൊരു ഇൻകം തന്നെയാണ്, അത് റിയൽ ഇൻകമാണ് എന്നർത്ഥം. സോ മണി ഇൻകവും റിയൽ ഇൻകവും ഡിഫറൻ്റ് ആണെന്നർത്ഥം. ഇനി കമ്പനി പ്രൊവൈഡിങ് ഹൗസ് ഓർ സ്കൂട്ടർ. ഒരു കമ്പനി നമുക്ക് വീട് നൽകി എന്ന് വിചാരിക്കുക. പണം വരുന്നതായി കാണുന്നില്ല, നമ്മൾ ആ വീട്ടിൽ താമസിക്കുന്നു, നമുക്ക് അക്കോമഡേഷൻ ലഭിക്കുന്നു, അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഭക്ഷണം ലഭിക്കുന്നു. ഇതൊക്കെ എന്തോന്നാണ്? നമ്മൾ വലിയ പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് റിയൽ ഇൻകമാണ്. നമുക്കൊരു സ്കൂട്ടർ കമ്പനി നൽകി,
അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ നമുക്ക് നൽകി. ഇതൊക്കെ എന്തോന്നാണ്? അത് റിയൽ ഇൻകം എന്ന കാറ്റഗറിയാണ്. ഇനി നമ്മുടെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് കേടായി നമ്മൾ തന്നെ അത് റിപ്പയർ ചെയ്തു എന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും അതും റിയൽ ഇൻകം ആയിട്ട് നമുക്ക് കണക്കാക്കാം. സോ റിയൽ ഇൻകം എപ്പോഴും നമ്മൾ മാനേജ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നാണ് അടുത്തതായിട്ട് നോക്കുന്നത്. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇറ്റ് ഹെൽപ്സ് ടു ഫുൾഫിൽ ഫാമിലി നീഡ്സ്. ഫാമിലി നീഡ്സ് നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് എപ്പോഴും ഇൻകം പ്രധാനമാണ്. വരുമാനമില്ലെങ്കിൽ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ പറ്റില്ല എന്നർത്ഥം. നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം, പുറത്തേക്കൊരു ഉല്ലാസയാത്ര പോവുക, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ മറ്റു ഫംഗ്ഷനുകളിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ഒരു മൂവിക്ക് പോവുക, ഇങ്ങനെ നമ്മൾ സന്തോഷകരമായ ആസ്വാദ്യകരമായൊരു ജീവിതം സാധ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻകം വേണം എന്നർത്ഥം. സോ അതുപോലെ തന്നെ ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് എപ്പോഴും ഇൻകമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇൻകം ഇല്ല എങ്കിൽ സേവിങ്സിന് ആർക്കും എൻകറേജ്മെൻറ്റ് ഉണ്ടാവില്ല. സമ്പാദിക്കണമെന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ തന്നെ അതൊക്കെ കൊള്ളാൻ നല്ല കാര്യമാണ്, പക്ഷേ വരുമാനമില്ല എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറും. സോ ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും നമുക്ക് ഇൻകം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഹെൽപ്സ് ഡ്യൂറിങ് എമർജൻസീസ്. അടിയന്തര സാഹചര്യങ്ങളിൽ നമുക്ക് ഇൻകം നമുക്ക് ഒരു സഹായകമായി വർത്തിക്കുന്നു. ഇംപ്രൂവ്സ് അവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമ്മുടെ ജീവിത നിലവാരം തീർച്ചയായിട്ടും മെച്ചപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ഗുണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ഇൻകത്തെ നമുക്ക് എങ്ങനെയാണ് അസസ് ചെയ്യാൻ കഴിയുക? ഇൻകം അസസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു നോ ദ ടോട്ടൽ ഫാമിലി ഇൻകം ഫ്രം ഓൾ സോഴ്സസ്. എല്ലാ സോഴ്സിൽ നിന്നുമുള്ള ടോട്ടൽ ഫാമിലി ഇൻകം എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. എങ്കിൽ മാത്രമാണ് ഇൻകത്തെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ഇനി അതുപോലെ തന്നെ നമ്മുടെ നീഡ്സും ഡിസയേഴ്സും എന്താണ് എന്ന് നമ്മൾ ആദ്യം ഒന്ന് എഴുതി തയ്യാറാക്കി നോക്കണം. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആകെ ചെയ്യാനുണ്ട്? ലിസ്റ്റ് ഓൾ ദി എസെൻഷ്യൽ നീഡ്സ് ആൻഡ് അവർ ഡിസയേഴ്സ്. നീഡും ഡിസയറും രണ്ട് കാര്യങ്ങളാണ്. അത് നമ്മൾ മറ്റൊരു ഭാഗത്ത് മനസ്സിലാക്കും. നീഡ് എന്നുള്ളത് ആവശ്യമാണ്, ഡിസയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിലാഷങ്ങളാണ്. ഓക്കെ, നീഡ് നമുക്ക് എന്തായാലും ചെയ്തേ മതിയാവും, സാറ്റിസ്ഫൈ ചെയ്തേ മതിയാവുള്ളൂ. ഡിസയേഴ്സ് പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കാം നമുക്ക്, അല്ലേ? ഇനി പ്ലാൻ എക്സ്പെൻഡിച്ചർ. നമുക്ക് ചിലവ് എന്തോ വരുമെന്നൊന്ന് ഏകദേശം റഫ് കണക്കുണ്ടാക്കുക, ഒരു എക്സ്പെൻഡിച്ചർ പ്ലാൻ ചെയ്യുക. സ്പെൻഡ് അക്കോർഡിംഗ് ടു പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മുൻഗണന അനുസരിച്ച്. അപ്പോൾ അതാണ് പ്ലാൻ ചെയ്യുക, ചിലവുകളെ പ്ലാൻ ചെയ്യുക. അത്ര അത്യാവശ്യം ഇല്ലാത്തതൊക്കെ പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കുക എന്നർത്ഥം. ഇപ്പം അത്യാവശ്യമുള്ളതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളതുമായിട്ട് ഉള്ള കാര്യങ്ങൾക്ക് ആദ്യ പരിഗണന കൊടുക്കുക എന്നർത്ഥം. അതാണ് എക്സ്പെൻഡിച്ചർ പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇങ്ങനെ ഈ സ്റ്റെപ്പുകളിലൂടെയാണ് 1 2 3 4 5 എന്നിങ്ങനെ 5 സ്റ്റെപ്പുകൾ നമ്മൾ പറയുന്നത്. നമ്മുടെ ടോട്ടൽ ഇൻകം എത്രയാണ് നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക, അതാണ് അസസ് ഇൻകം. 2 നമ്മുടെ നീഡ്സും ഡിസയേഴ്സും ഒന്ന് ലിസ്റ്റ് ചെയ്യുക. 3 എക്സ്പെൻഡിച്ചർ പ്ലാൻ ചെയ്യുക. 4 ഇതൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക. നമ്മുടെ ഇൻകത്തിൻ്റെ മെയിൻറ്റെയിൻ ഡെയിലി ഓർ മന്ത്ലി ഇൻകം എക്സ്പെൻഡിച്ചർ റെക്കോർഡ്സ് ഉണ്ടോ? ഡെയിലി ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ അതിൻ്റെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക, കീപ്പ് റെക്കോർഡ്സ്. ആൻഡ് ഫിഫ്ത്ത് വൺ, ഇവാലുവേറ്റ്, ചെക്ക് വെദർ സ്പെൻഡിങ് വാസ് യൂസ്ഫുൾ ഓർ നോട്ട്. ഓരോ ചിലവും ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ഇരുന്ന് ആലോചിക്കുക, സത്യത്തിൽ അത് ആവശ്യമായിരുന്നോ, അത് പ്രയോജനം ചെയ്തോ ഇല്ലയോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇതാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഒന്ന് നമ്മളുടെ പ്രവർത്തനത്തെ നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തുന്നതിനാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഈ 5 സ്റ്റെപ്പ് ഇൻകം മാനേജ്മെൻറ്റിൻ്റെ 5 പ്രധാനപ്പെട്ട സ്റ്റെപ്സ് ആണ്. ഇൻകം മാനേജ്മെൻറ്റിൻ്റെ സ്റ്റെപ്സ് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് എഴുതാമെന്നുള്ളത് ഓർത്തിരിക്കണം. അസസ് ഇൻകം, ലിസ്റ്റ് നീഡ്സ് ആൻഡ് ഡിസയേഴ്സ്, പ്ലാൻ എക്സ്പെൻഡിച്ചർ, കീപ്പ് റെക്കോർഡ്സ്, ആൻഡ് ഫിഫ്ത്ത് വൺ, ഇവാലുവേറ്റ് അവർ പെർഫോമൻസ്. നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുക. ഇനി ഇൻകം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രയോറിറ്റി ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. അതായത് നീഡ്സിന് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കണം. ഡിസയേഴ്സ് അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല, നോൺ എസെൻഷ്യൽ തിങ്സ് ആണ്. നീഡ്സ് പക്ഷേ എസെൻഷ്യൽ തിങ്സ് ആണ്. അപ്പോൾ എസെൻഷ്യൽ എക്സ്പെൻസസ് ഷുഡ് കം ഫസ്റ്റ്. എപ്പോഴും ഓർക്കേണ്ട ഇക്വേഷൻ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ഇക്വേഷൻ. എസെൻഷ്യൽ എക്സ്പെൻസ് എപ്പോഴും ആദ്യം പരിഗണന കിട്ടണം എന്നർത്ഥം. ഫുഡ്, ഹൗസ്, വാം ക്ലോത്ത്സ്, എഡ്യൂക്കേഷൻ, ഇതൊക്കെ എന്തോന്നാണ്? എസെൻഷ്യൽ എക്സ്പെൻസ് ആണ്. ഇനി ഐസ്ക്രീം, ഹോളിഡേ അബ്രോഡ്, ഫാൻസി കേർട്ടൻസ്, ലക്ഷറി ഐറ്റംസ്, ഇതൊക്കെ പിന്നീടത്തേക്ക് ആയാലും കുഴപ്പമില്ല എന്നർത്ഥം. ഓക്കെ, ഇനി ടിപ്സ് ഫോർ വൈസ് ഇൻകം മാനേജ്മെൻറ്റ്. വളരെ വൈസ് ആയിട്ടുള്ള ഒരു ഇൻകം മാനേജ്മെൻറ്റിന് നമ്മൾ എന്തെല്ലാം ടിപ്സാണ് ശ്രദ്ധിക്കേണ്ടത്? സ്പെൻഡ് ലെസ് ദാൻ യു ഏൺ. നിങ്ങൾ ഏൺ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് മാത്രം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. സേവ് റെഗുലറായിട്ട് സേവ് ചെയ്യുക. അവോയ്ഡ് വേസ്റ്റ്ഫുൾ ആൻഡ് അൺനെസസറി എക്സ്പെൻസസ്. വേസ്റ്റ്ഫുൾ എക്സ്പെൻസസ് കുറയ്ക്കുക, അനാവശ്യ ചിലവുകൾ കുറയ്ക്കുക, അവോയ്ഡ് ചെയ്യുക. ഇനി യൂസ് റിസോഴ്സസ് കെയർഫുള്ളി. നമ്മുടെ കയ്യിലുള്ള പണം ഒരു റിസോഴ്സാണ്, നമ്മൾ മുൻപത്തെ ഒരു ചാപ്റ്റർ പഠിച്ചായിരുന്നു, അല്ലേ?
അതൊക്കെ നമ്മുടെ റിസോഴ്സസ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ടൈം, എനർജി, മണി ഒക്കെ നമ്മുടെ സ്പേസ് എല്ലാം റിസോഴ്സാണെന്ന് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. അപ്പോൾ നമ്മുടെ റിസോഴ്സസ് എല്ലാം കെയർഫുള്ളായിട്ട് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരു ഇൻകം മാനേജ്മെൻറ്റ്. കാരണം നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് വേസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് വാങ്ങിക്കാനായിട്ട് പണം വീണ്ടും ചിലവാക്കേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ഇൻകമാണ് നമ്മൾക്ക് സേവിങ്സ് ആയിട്ട് വെക്കാവുന്ന ഇൻകമാണ് ഇതിൻ്റെ പാർട്ടാണ് നഷ്ടപ്പെടുക. സോ ഫ്യൂച്ചർ നീഡ്സ് എന്തൊക്കെയാണെന്ന് ഇപ്പോഴേ ചിന്തിക്കുക. കുട്ടികൾ അടുത്ത വർഷങ്ങളിൽ ഏതൊക്കെ ഹയർ സ്റ്റഡീസിന് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ വലിയൊരു മാരേജ് ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ടോ ഫാമിലിയിൽ, ഇതൊക്കെ ആലോചിക്കുക. അതിനൊക്കെ വേണ്ടിയിട്ട് പണം മാറ്റി വയ്ക്കുക, പ്ലാൻ ചെയ്യുക. ഇനി ഇൻകം പലതരം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? മണി ഇൻകവും റിയൽ ഇൻകവും. ഓക്കെ, മണി ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരിക്കൽ കൂടി ഓർക്കുക. മണി റിസീവ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ സാലറിയാണ് മണി ഇൻകം. എന്താണ് റിയൽ ഇൻകം? ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് സാറ്റിസ്ഫൈ നീഡ്സ് ഡയറക്ട്ലി. നമുക്ക് നേരിട്ട് നമുക്ക് തന്നെ പാചകം ചെയ്ത് നമുക്ക് തന്നെ വസ്ത്രം തയ്ച്ചെടുക്കാൻ അറിയാമെങ്കിൽ, വീട്ടിലെ റിപ്പയറിങ് വർക്കൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ, അപ്പോൾ പൈസ പുറത്ത് കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കിങ്ങിന് വേണ്ടി ഒരു സെർവൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അത് നമുക്കൊരു ഇൻകം ഉണ്ടാകുന്നത് പോലെ ഉപകരിക്കും. അതാണ് റിയൽ ഇൻകം എന്ന് പറയുന്നത്. റിയൽ ഇൻകം എന്ന് പറയുമ്പോൾ ഒരിക്കലും കറൻസി നോട്ട് പുതിയതായി പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നില്ല എന്നോർക്കുക. പക്ഷേ നമ്മുടെ ശരീരം, നമ്മുടെ ബുദ്ധി, നമ്മുടെ ആരോഗ്യം ഇതൊക്കെ കൊണ്ട് പ്രയോജനകരമായി ഉപയോഗിച്ചുകൊണ്ട് ചെലവുകളെ മറ്റൊരു രീതിയിൽ നഷ്ടപ്പെടുന്നത് തടഞ്ഞുകൊണ്ട് ഒരു ഇൻകത്തെ നമുക്ക് നിലനിർത്തുന്ന ഏർപ്പാടാണ് റിയൽ ഇൻകം. മണി ഇൻകം അങ്ങനെയല്ല. ഫ്രഷ് ആയിട്ട് കറൻസി ഏൺ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അക്കൗണ്ടിൽ പണം ഉണ്ടാക്കുന്നതാണ്. സാലറി, റെൻറ്റ്, ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്, ട്യൂഷൻ ഫീസ് ഉണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കി വിൽക്കുക. ഇതൊക്കെ എന്നാ ഇനി റിപ്പയറിങ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് നമ്മൾ സ്വയം ചെയ്യുവാണെങ്കിൽ തീർച്ചയായും അത് എന്തോന്നാണ് റിയൽ ഇൻകം ആയിട്ടാണ് നമുക്കതിനെ മനസ്സിലാക്കുക. ഇനി എന്തുവാടെ മണി ഇൻകം ആണെങ്കിൽ റിയൽ ഇൻകം ആണെങ്കിലും ബോത്ത് ടൈപ്സ് ഓഫ് ഇൻകം ഹെൽപ്പ് ഇൻ സാറ്റിസ്ഫൈയിങ് അവർ നീഡ്സ്. രണ്ടും നമ്മുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് സഹായകരമാണ് നടത്താം. എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, വീട്ടിൽ സ്വയം ഭക്ഷണം പാചകം ചെയ്യുന്നത് എന്തോന്നാണ് റിയൽ ഇൻകം ആണ്. ഇനി സ്റ്റിച്ചിങ് ക്ലോത്ത്സ് ബൈ യുവർ സെൽഫ്, അത് റിയൽ ഇൻകം ആണ്. കമ്പനി പ്രൊവൈഡിങ് ഹൗസ് ഓർ സ്കൂട്ടേഴ്സ് റിയൽ ഇൻകം ആണ്. റിപ്പയറിങ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ബൈ യുവർ സെൽഫ് റിയൽ ഇൻകം ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ട്രൂ ഓർ ഫോൾസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് റിയൽ ഇൻകം, ഏതാണ് മണി ഇൻകം, അത് ശരിയാണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഇൻകം മാനേജ്മെൻറ്റ്. ഇൻകം മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു ചെക്ക് ലിസ്റ്റ്, അതിൻ്റെ ആ ഒരു ഓർഡറൊക്കെ നമ്മൾക്ക് കിട്ടി. ഓക്കെ, ഇനി അതിന് പ്രാധാന്യം എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഫുൾഫിൽ ഫാമിലി നീഡ്സ്. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ സഹായകരമാണ്. പ്രിവെൻറ്റ്സ് വേസ്റ്റേജ് ഓഫ് മണി. പണത്തിൻ്റെ വേസ്റ്റേജ് പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ സേവിങ്സ്. സേവിങ്സിനെ സഹായിക്കുന്നു. പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നമ്മൾ നൽകുന്നു. ഹെൽപ്സ് ഡ്യൂറിങ് എമർജൻസീസ്. എമർജൻസീസിൽ നമ്മളെ സഹായിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്സ് ഇൻ ഇൻകം മാനേജ്മെൻറ്റ് നമ്മൾ നേരത്തെ നോക്കിയതാണ്. അസസ് ഇൻകം, ലിസ്റ്റ് ദ നീഡ്സ് ആൻഡ് ഡിസയേഴ്സ്, ഓക്കെ, പ്ലാൻ അവർ എക്സ്പെൻഡിച്ചർ, keep a record of income and expenditure, and evaluate whether our expenditure was useful or not. ഇത്രയും കാര്യങ്ങളാണ്. ഇനി സ്റ്റെപ്സ് ഇൻ ഇൻകം മാനേജ്മെൻറ്റ്. ഇൻകം മാനേജ്മെൻറ്റിലെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അസസ് ഇൻകം, നോ ദ ടോട്ടൽ ഫാമിലി ഇൻകം ഫ്രം ഓൾ സോഴ്സസ്. ഇഫ് വി ആർ ഗെറ്റിംഗ് a salary, or if we are getting a kind of rent from rented building or house, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സൈഡ് ഇൻകങ്ങളുണ്ടോ, എല്ലാം കൂടി ഒന്ന് ടോട്ടൽ കൂട്ടിയെടുക്കുക. ലിസ്റ്റ് ദ നീഡ്സ് ആൻഡ് ഡിസയേഴ്സ്. നമ്മുടെ നീഡ്സ് എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ തിങ്സ് ആണ്. ഫുഡ്, ഹൗസ്, എഡ്യൂക്കേഷൻ, ഇതൊക്കെയാണ്. ഡിസയേഴ്സ് എന്ന് വെച്ചാൽ ലക്ഷറി ഐറ്റംസാണ്. വെക്കേഷൻ, ടൂർ, ഫാൻസി ഡെക്കറേഷൻസ് എക്സെട്ര, അതൊക്കെ അല്ലെങ്കിൽ ട്രിപ്പ് അബ്രോഡ്, ഇതൊക്കെയാണ്. ഇനി പ്ലാൻ എക്സ്പെൻഡിച്ചർ, സ്പെൻഡ് അക്കോർഡിംഗ് ടു പ്രയോറിറ്റി അനുസരിച്ച് ചിലവ് ചെയ്യുക. കീപ്പ് റെക്കോർഡ്സ്, മെയിൻറ്റെയിൻ ഡെയിലി ഓർ മന്ത്ലി എക്സ്പെൻസ് റെക്കോർഡ്സ്. ഇവാലുവേറ്റ്, ചെക്ക് വെദർ സ്പെൻഡിങ് വാസ് യൂസ്ഫുൾ ഓർ നോട്ട്. നമ്മുടെ ചിലവ് ചെയ്യൽ പ്രയോജനകരമായിരുന്നോ അല്ലയോ എന്ന് പരിശോധിക്കുക. ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രയോറിറ്റീസ് ഇൻ സ്പെൻഡിങ് നോക്കാം. നമ്മുടെ നീഡ്സിന് പ്രയോറിറ്റി കൊടുക്കണം, ഡിസയറിന് പിന്നീട് പ്രാധാന്യം കൊടുത്താൽ മതി. ഫുഡ്, ഹൗസ്, വാം ക്ലോത്ത്, എഡ്യൂക്കേഷൻ, ഇതൊക്കെ നമുക്ക് ആവശ്യങ്ങളാണ്, ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ ഡിസയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഐസ്ക്രീം, ഹോളിഡേ അബ്രോഡ്, ഫാൻസി കർട്ടൻസ്, ലക്ഷറി ഐറ്റംസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നീഡ്സും ഡിസയേഴ്സും, ദ നീഡ്സ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഡിസയേഴ്സ്, എപ്പോഴും അത് ഓർത്തിരിക്കുക. അഡീഷണൽ ഇൻകത്തിൻ്റെ സോഴ്സ് എന്തൊക്കെയാണ്? ഫാമിലി ക്യാൻ ഇൻക്രീസ് ഇൻകം ത്രൂ. ഫാമിലിക്ക് ഇൻകം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന എങ്ങനെയാണ്? ട്യൂഷൻ ക്ലാസ് എടുക്കുക, ടൈലറിങ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സ്കിൽസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ബേക്കിംഗ് ക്ലാസ് എടുക്കാവുന്നവർക്ക് അങ്ങനെ ചെയ്യുക. യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. സെല്ലിങ് ഹോം മെയ്ഡ് പ്രോഡക്ട്സ് ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. പാർട്ട് ടൈം ജോബുകൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. സോ
ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 208 പേജിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഇൻകം മാനേജ്മെൻറ്റിൻ്റെ ചാപ്റ്ററിൽ എന്താണ് സേവിങ്സിൻ്റെ പ്രാധാന്യം. ഫ്യൂച്ചർ സെക്യൂരിറ്റി ആണ് സേവിങ്സ്. കുട്ടികളുടെ എഡ്യൂക്കേഷൻ എക്സ്പെൻസിന് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് അത് പ്രയോജനപ്പെടുന്നു. നമുക്കറിയാം മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സേവിങ്സ് ഉള്ളവർക്കാണെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ ഉപകരിക്കുന്നു. അതുപോലെ തന്നെ ഒരു മാരേജ് എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ സേവിങ്സ് ഉള്ളവർക്ക് അത് പ്രയോജനകരമാണ്. അതുപോലെ തന്നെ പെട്ടെന്നൊരു വീട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വലിയ ആദായത്തിന് ലാഭത്തിന് നമുക്ക് കിട്ടാനിടയുണ്ട്. നമ്മളത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ നമുക്കത് സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സേവിങ്സ് ഉണ്ടാവണം. സോ റിട്ടയർമെൻറ്റ് നീഡ്സിനും സേവിങ്സ് വളരെ പ്രധാനമാണ്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. സേവിങ്സ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്ത് ബാക്കിയുള്ളതാണ് സേവിങ്സ്. അപ്പോൾ സേവിങ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാൻ സാധിക്കുള്ളൂ അല്ലേ? സോ ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് യൂസിങ് അവർ സേവ്ഡ് മണി ഇൻ സ്കീംസ് ദാറ്റ് ഇൻക്രീസസ് വെൽത്ത് ഇൻ ഫ്യൂച്ചർ. നമ്മുടെ സമ്പാദിച്ച പൈസ ഭാവിയിൽ പണം വർദ്ധിക്കുന്ന രീതിയിൽ ഉള്ള സ്കീമുകളിൽ നിക്ഷേപിക്കുന്നതിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റുകൾ തന്നെ പലതരമുണ്ട്. ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. എന്തൊക്കെയാണ്? അതായത് ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസുകൾ, പ്രൊവിഡൻറ്റ് ഫണ്ടുകൾ, ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ടുകൾ, കമ്പനി ഡെപ്പോസിറ്റ്സ്, ഇതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പല വഴികളാണ്. നമ്മൾ പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സേഫ്റ്റി ഉണ്ടോ എന്ന് നോക്കണം. നമുക്ക് അതിൽ നിന്ന് ആവശ്യത്തിന് റിട്ടേൺ കിട്ടുന്നതാണോ എന്ന് നോക്കണം. അതിലുള്ള റിസ്ക് നമ്മൾ ശ്രദ്ധിക്കണം. എത്ര ടൈം പീരീഡ് കഴിഞ്ഞാലാണ് നമുക്ക് കാലാവധി പൂർത്തിയായി കിട്ടുക, അത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ പൈസ ആവശ്യം വന്നാലും അപ്പോൾ കിട്ടുമോ, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട പോലെ ഇട്ട് ഇത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ലിക്വിഡിറ്റി ഉണ്ടാവണം, എപ്പോൾ ഒരാവശ്യം വന്നാലും കിട്ടുമോ. കാരണം എമർജൻസി നീഡ്സൊക്കെ വന്നേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സമീപ ഭാവിയിൽ ആവശ്യങ്ങൾ വരാനിടയുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോയി FDയിൽ ഇടുന്നത് ശരിയല്ല. ഇനി നമുക്ക് ചില സ്കീമുകൾ ടാക്സ് ബെനിഫിറ്റുള്ള സ്കീമുകളുണ്ട്, അതും നമ്മൾ ചിന്തിക്കണം. അങ്ങനെയുള്ള സ്കീമുകളിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടാക്സ് കുറഞ്ഞ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഇനി സോഴ്സസ് ഓഫ് അഡീഷണൽ ഇൻകം എവിടെ നിന്നൊക്കെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമുക്ക് ട്യൂഷൻ ക്ലാസ് എടുത്തുണ്ടാക്കാം, ടൈലറിങ് ക്ലാസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ടൈലറിങ് ക്ലാസ് എടുക്കാതെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വസ്ത്രങ്ങൾ തയ്ച്ചു കൊടുക്കാം. ബേക്കിംഗ് കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ അഡീഷണൽ ഇൻകം ഉണ്ടാക്കാം. സെല്ലിങ് ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റുകളൊക്കെ അല്പം ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കഴിവുകളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. മോഡേൺ ആയിട്ടുള്ള ബാങ്കിങ് ഫെസിലിറ്റീസിനെ കുറിച്ച് കൂടെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നുണ്ട്. ATM, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഓൺലൈൻ ട്രാൻസ്ഫർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം, ബോധവാന്മാരായിരിക്കണം ഇൻകം മാനേജ്മെൻറ്റിൻ്റെ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ. 209 പേജിൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് വേറൊരു കാര്യമാണ്. എന്തൊക്കെയാണെന്നറിയാമോ? നമ്മുടെ ഇൻകം മാനേജ്മെൻറ്റിലെ സ്റ്റെപ്സിനെ കുറിച്ചാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ടോട്ടൽ ഇൻകം അസസ് ചെയ്യുക, നമ്മുടെ നീഡ്സും ഡിസയേഴ്സും രണ്ട് കാര്യങ്ങൾ. നീഡ്സ് ഉറപ്പായിട്ടും എസെൻഷ്യലായി നമ്മൾ മീറ്റ് ചെയ്യേണ്ടതാണ്. ഡിസയേഴ്സ് പിന്നീടത്തേക്ക് വേണമെങ്കിൽ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാവുന്ന ലക്ഷറീസ് ആണ്. ഇനി പ്ലാൻ എക്സ്പെൻഡിച്ചർ ആൻഡ് കീപ്പ് റെക്കോർഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ദെൻ ഇവാലുവേറ്റ്. ഇപ്പോൾ നീഡ്സ് എസെൻഷ്യലാണ്, ഡിസയേഴ്സ് നോൺ എസെൻഷ്യലാണ്. അപ്പോൾ ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ പേജിൽ, ടെക്സ്റ്റ് ബുക്കിൽ. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനവും ചെലവും പ്ലാൻ ചെയ്യുന്നതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുക. പ്ലാൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ബഡ്ജറ്റ് തയ്യാറാക്കലിനെയാണ് ഗവൺമെൻറ്റുകളൊക്കെ ഓരോ വർഷവും ബഡ്ജറ്റ് തയ്യാറാക്കില്ല. ഗവൺമെൻറ്റിന് ഈ വർഷം എത്ര രൂപ നികുതി ഇനത്തിലും മറ്റു പല രീതിയിലും വരുമാനം ഉണ്ടാവാനിടയുണ്ട്. അതിൽ നിന്ന് എന്തെന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നു, ഇതൊക്കെ ഗവൺമെൻറ് ബഡ്ജറ്റ് ഉണ്ടാക്കും. സോ ഇൻകവും എക്സ്പെൻഡിച്ചറുമാണ്. സാലറി, റെൻറ്റ്, ഇൻട്രസ്റ്റ്, ഇതൊക്കെ ഇൻകം ആണെങ്കിൽ ഫുഡ്, ഹൗസ്, എഡ്യൂക്കേഷൻ, ക്ലോത്തിങ്, ഇതൊക്കെ എക്സ്പെൻഡിച്ചറാണ്. ടിപ്സ് ഫോർ വൈസ് ഇൻകം മാനേജ്മെൻറ്റ്. നല്ല ബുദ്ധിപരമായ ഇൻകം മാനേജ്മെൻറ്റിനുള്ള ടിപ്സ് എന്തൊക്കെയാണ്? സ്പെൻഡ് ലെസ് ദാൻ യു ഏൺ. നിങ്ങൾ ഏൺ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് മാത്രം സ്പെൻഡ് ചെയ്യുക. സേവ് റെഗുലറായിട്ട് സേവ് ചെയ്യുക. അവോയ്ഡ് വേസ്റ്റേജസ് ആൻഡ് അൺനെസസറി എക്സ്പെൻസസ്. വേസ്റ്റേജസ് ഒഴിവാക്കുക, അനാവശ്യ ചിലവുകൾ കുറയ്ക്കുക. യൂസ് റിസോഴ്സസ് കെയർഫുള്ളായിട്ട് ഉപയോഗിക്കുക. പ്ലാൻ ഫോർ ഫ്യൂച്ചർ നീഡ്സിന് വേണ്ടി പ്ലാൻ ചെയ്യുക. കീപ്പ് യുവർ ഫിനാൻഷ്യൽ ഗോൾസ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസ് നിങ്ങൾ നേടുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് ഇതാണ്. ഇൻകം എന്താണ്? മണി റിസീവ്ഡ് അല്ലേ, ത്രൂ ഡിഫറെൻറ്റ് ഇൻകം ഏർണിംഗ് ആക്ടിവിറ്റീസ്. ഇനി എക്സ്പെൻഡിച്ചർ എന്താണ്? മണി സ്പെൻറ്റ്. സേവിങ്സ് എന്താണ്? മണി കെപ്റ്റ് ഫോർ ഫ്യൂച്ചർ. ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? യൂസിങ് മണി ടു ഏൺ പ്രോഫിറ്റ്. ബഡ്ജറ്റ് എന്താണ്? പ്ലാൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ് ബഡ്ജറ്റ്.
സേവിങ്സ് എന്താണെന്ന് നമുക്കറിയാം. സേവിങ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻകം കൂടുതലാണ്, എക്സ്പെൻഡിച്ചർ കുറവാണെങ്കിൽ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറയ്ക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന മിച്ചം പൈസയാണ് സേവിങ്സ്. ഇൻകം കുറവും എക്സ്പെൻഡിച്ചർ കൂടുതലാണെങ്കിൽ സേവിങ്സ് എല്ലാം ഉണ്ടാവും കേട്ടോ, കടബാധ്യതയാണ് അവിടെ ഉണ്ടാവുക സ്ഥാനത്ത്. ഇമ്പോർട്ടൻസ് ഓഫ് സേവിങ്സ്, ഫ്യൂച്ചറിലെ സെക്യൂരിറ്റിക്ക് അത് കാരണമാണ് സേവിങ്സ്. എഡ്യൂക്കേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നു, മെഡിക്കൽ എമർജൻസി മീറ്റ് ചെയ്യാൻ പറ്റുന്നു, മാരേജ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നു, ഹൗസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ബൈ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നു, റിട്ടയർമെൻറ്റ് നീഡ്സിനും അത് പ്രയോജനകരമാണെന്ന് അർത്ഥം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് യൂസിങ് മണി ഇൻ സ്കീംസ് ദാറ്റ് ഇൻക്രീസ് അവർ വെൽത്ത് ഇൻ ഫ്യൂച്ചർ. ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞു. ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, പ്രൊവിഡൻറ്റ് ഫണ്ട്, ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്, കമ്പനി ഡെപ്പോസിറ്റ്സ് ഒക്കെ അത്തരത്തിലുള്ളതാണ്. ഇനി നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സേഫ്റ്റി നോക്കണം, റിസ്ക് അത്രമാത്രം ഉണ്ടെന്ന് നോക്കണം, നമുക്ക് വരുമാനം, ആദായം, റിട്ടേൺ ഉണ്ടാകുന്നത് എന്തോരാണെന്ന് നോക്കണം, എത്ര സമയത്തേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, അത് കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി പൂർത്തിയാകുന്നതെന്ന് അറിയണം. ലിക്വിഡിറ്റി, അത് നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ക്യാഷാക്കി മാറ്റാൻ പറ്റുമോ ഇൻവെസ്റ്റ്മെൻറ്റിന്, ടാക്സ് ബെനിഫിറ്റുകൾ, ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം. ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് 211 മറ്റൊരു കാര്യം പറഞ്ഞിട്ട് ഈ ചാപ്റ്ററിൽ സേവിങ്സിനെ കുറിച്ച് ഉള്ള കാര്യമാണ്. സേവിങ്സിൻ്റെ പ്രാധാന്യം. പ്രൊവൈഡ്സ് ഫ്യൂച്ചർ സെക്യൂരിറ്റി, ഹെൽപ്സ് ഇൻ എഡ്യൂക്കേഷൻ എക്സ്പെൻസ്, യൂസ്ഫുൾ ഇൻ മെഡിക്കൽ എമർജൻസി, മാരേജ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാം, വീട് വാങ്ങിക്കാം, ഓൾഡ് ഏജ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുകൾക്ക് അത് പ്രയോജനപ്പെടുത്താം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പാക്കാം. ഇനി സേവ് ചെയ്യാനുള്ള വഴികൾ, റെഗുലറായിട്ട് സേവ് ചെയ്യുക. അങ്ങനെയാണ് സേവ് ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണ്? റെഗുലറായിട്ട് സേവ് ചെയ്യുക. സ്പെൻഡ് ലെസ് ദാൻ യു ഏൺ ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും കുറവ് മാത്രം സ്പെൻഡ് ചെയ്യുക. വേസ്റ്റ്ഫുൾ എക്സ്പെൻസസ് അവോയ്ഡ് ചെയ്യുക. യൂസ് റിസോഴ്സസ് കെയർഫുള്ളി, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസിനെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കുക. പ്ലാൻ ഫോർ ഫ്യൂച്ചർ നീഡ്സ്, ഫ്യൂച്ചർ നീഡ്സിന് പ്ലാൻ ചെയ്യുക. ഇനി അതുപോലെ തന്നെ ലിറ്റിൽ സേവിങ്സ് ടുഡേ ബ്രിങ്സ് എ ബെറ്റർ ടുമാറോ, ഇന്ന് ചെയ്യുന്ന ചെറിയ സേവിങ്സ് നാളത്തേക്ക് ഒരു വലിയ നേട്ടമാണ് നമുക്ക് ഉണ്ടാക്കി തരിക. പണം സേവ് ചെയ്യാനുള്ള സിമ്പിൾ വേസ് ആണ്. ഒന്ന്, ഷോപ്പിങ്ങിന് മുമ്പ് ഒരു നല്ല ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അൺവാണ്ടഡായ കാര്യങ്ങളൊന്നും മേടിക്കാതിരിക്കുക. കാരണം ഷോപ്പിംഗ് മാളിൽ ചെല്ലുമ്പോൾ ഒത്തിരി നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പരതി നടക്കുന്നതിൽ കണ്ണിൽപ്പെടുമ്പോഴൊക്കെ അത് വേണം എന്നുള്ള ആഗ്രഹം ചിലർക്കുണ്ടാവും. ഷോപ്പിംഗ് മാനിയുള്ള ആൾക്കാരുണ്ട്, ഷോപ്പിംഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ആവശ്യമില്ലെങ്കിലും വാങ്ങി വെച്ചേക്കും. അത് പിന്നീട് ചിലപ്പോൾ നോക്കുമ്പോൾ ഒരു വർഷത്തിനിടയിൽ അതൊരിക്കലും വേണ്ട ഉപയോഗം നടത്താത്ത സാധനങ്ങളായിരിക്കും വാങ്ങിക്കൂട്ടുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. ബൈ ക്വാളിറ്റി പ്രോഡക്ട്സ്, ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കുക. ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിൽ അത് പെട്ടെന്ന് കേടായി പോവുകയും പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്. എന്നാൽ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കോസ്റ്റ്ലി ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ, നമ്മൾ വീട്ടിലെ ഇലക്ട്രിസിറ്റിയും വാട്ടറൊക്കെ അനാവശ്യമായി ഉപയോഗിച്ച് തീർക്കാതിരിക്കുക. ഇലക്ട്രിസിറ്റി ബില്ലും വാട്ടർ ബില്ലും ഒക്കെ കൂടും. അവോയ്ഡ് ഈറ്റിംഗ് ഔട്ട്സൈഡ് ഫുഡ്, ഔട്ട്സൈഡ് ഫുഡ് കഴിക്കുന്നത് നമ്മൾ ധാരാളമായി ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻകം മുഴുവൻ ചോർന്നു പോകുന്ന ഒരു പ്രധാന ഒരു വഴിയായി മാറും. അതുകൊണ്ട് നമ്മൾ പൈസ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളിങ്ങനെ പുറത്തുനിന്നുള്ള ഫുഡ് അധികം കഴിക്കാതിരിക്കുക, പകരം വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കുക. അവോയ്ഡ് അൺനെസസറി ഗിഫ്റ്റ്സ്, അൺനെസസറി ആയിട്ടുള്ള ഗിഫ്റ്റുകൾ ഒക്കെ കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യുക. യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ളത്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച്, ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് യൂസിങ് മണി ഇൻ സ്കീംസ് ഓർ അസറ്റ്സ് ദാറ്റ് ഇൻക്രീസ് വെൽത്ത് ഇൻ ഫ്യൂച്ചർ. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? ഫ്യൂച്ചറിലേക്ക് വെൽത്ത് നമുക്ക് ഉണ്ടാക്കി തരുന്ന സ്കീമുകളിൽ പണം മുടക്കുകയാണ്. ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, പ്രൊവിഡൻറ്റ് ഫണ്ട്, ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്, കമ്പനികളിലെ ഡെപ്പോസിറ്റുകൾ, റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, സിൽവറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇനി ഫാക്ടേഴ്സ് ടു കൺസിഡർ ബിഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പേജ് നമ്പർ 212 ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. സേഫ്റ്റി ഉണ്ടോ, നമുക്ക് റിട്ടേൺ തരുമോ, നമ്മുടെ റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണോ, ടൈം പീരീഡ് എങ്ങനെയാണ്, ലിക്വിഡിറ്റി, അതായത് പെട്ടെന്ന് പണമാക്കി മാറ്റാനുള്ള എളുപ്പമാണ് ലിക്വിഡിറ്റി എന്ന് ഞാൻ പറഞ്ഞു അല്ലേ, ടാക്സ് ബെനിഫിറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. ഇൻവെസ്റ്റ്മെൻറ്റിന് ചില ഗോൾഡൻ റൂൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോകേണ്ടത്. കമ്പയർ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ്, പല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മൾ കമ്പയർ ചെയ്യുക. ടേക്ക് എക്സ്പെർട്ട് അഡ്വൈസ് ഇഫ് നെസസറി, ആവശ്യമുണ്ടെങ്കിൽ എക്സ്പെർട്ട് അഡ്വൈസ് എടുക്കുക. ഇനി ഡൈവേഴ്സിഫൈ ഇൻവെസ്റ്റ്മെൻറ്റ് ടു റെഡ്യൂസ് റിസ്ക്. ഇൻവെസ്റ്റ്മെൻറ്റുകളെ നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം അവിടെ എന്തെങ്കിലും ഒരു വീഴ്ച, തകർച്ച ഉണ്ടായാൽ നമ്മുടെ മൊത്തം സമ്പാദ്യവും നഷ്ടപ്പെടും. അതുകൊണ്ട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഏരിയയിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ സ്പ്രെഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ റിവ്യൂ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് റെഗുലർലി, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെയൊക്കെ റെഗുലറായിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുക. ഡു നോട്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന ഒരു പഴഞ്ചൊല്ലി നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഒരു ബാസ്ക്കറ്റിൽ എന്ത് തകർച്ച ഉണ്ടായാലും നമ്മുടെ മുഴുവൻ സേവിങ്സ് നഷ്ടപ്പെടും. ഇൻവെസ്റ്റ് വൈസ്ലി ഫോർ എ ബെറ്റർ ടുമാറോ, അതെപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യമാണ്.
ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന. അപ്പോൾ ഇൻകം എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം എന്ന് നമ്മൾ പറഞ്ഞു. മെയിൻറ്റെയിനിങ് എ റെക്കോർഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഹെൽപ്സ് അസ് ടു നോ ഹൗ മച്ച് മണി ഈസ് ഇൻകം. എത്ര പൈസയാണ് ഇൻകം എന്നറിയണം. ഹൗ മച്ച് മണി ഈസ് ബീയിങ് സ്പെൻഡ്, എത്ര പൈസയാണ് നമ്മൾ ചിലവാക്കേണ്ടത്, അതായത് എക്സ്പെൻഡിച്ചർ എന്നറിയണം. എത്ര പൈസയാണ് വരുന്നത്, എത്ര പൈസയാണ് ചിലവാക്കുന്നത്, രണ്ടും അറിയണം. അപ്പോഴാണ് നല്ലൊരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുക. ഫൈൻഡ് ഔട്ട് അൺനെസസറി എക്സ്പെൻസസ്, അൺനെസസറി ആയിട്ടുള്ള അനാവശ്യ ചിലവുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. പ്ലാൻ ദ ബജറ്റ് ബെറ്റർ. അതുപോലെ തന്നെ സേവ് മണി ഫോർ ഫ്യൂച്ചർ നീഡ്സ്. ഇൻകം എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു റഫ് ആയിട്ടുള്ള ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ എഴുതി തയ്യാറാക്കേണ്ടി വരും. ഇൻകവും എക്സ്പെൻഡിച്ചറും ഇതുപോലെ നമ്മുടെ ടോട്ടൽ ഇൻകം, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് എന്നൊക്കെ കോളം വരച്ചിട്ടാണ് എഴുതുന്നത്. മെയ് 1-ാം തീയതി ഒരു മാസത്തെ, മെയ് 2-ാം തീയതി, മെയ് 2-ാം തീയതി സാലറി കിട്ടി 1500, റെൻറ്റ് റിസീവ്ഡ്, മെയ് 1-ാം തീയതി നമുക്ക് വാടക കൊടുത്തേക്കണതിൻ്റെ വാടക കിട്ടി 500 രൂപ, മൊത്തം 2000 രൂപ. ഇതൊരു സാങ്കല്പിക കണക്കാണ്, കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയ കണക്ക് നിങ്ങളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെ ഒരെണ്ണം പ്രിപ്പയർ ചെയ്യാം ഇൻകം. എന്നിട്ട് അതേ മാസം തന്നെ മെയ്യിൽ തന്നെയുള്ള നമ്മുടെ ചിലവുകൾ നോക്കുക. മെയ്യിൽ വെജിറ്റബിൾസിന് വേണ്ടി ഇത്ര, പാലിന് വേണ്ടി ഇത്ര, ട്രാൻസ്പോർട്ടിന് വേണ്ടി ഇത്ര, ഇലക്ട്രിസിറ്റി ബില്ലിന് ഇത്ര, മൊബൈൽ റീചാർജ് ഇത്ര, മിസ്ലേനിയസ് ഇത്ര. ഓക്കെ, മെയ് 1-ാം തീയതി എന്നല്ല, പല ദിവസങ്ങളിലായിരിക്കും. മെയ്യിൽ 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഉള്ള ഡേറ്റുകളിലായിരിക്കും നമുക്കിതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ടോട്ടൽ ആ മാസത്തെ ഇൻകം 2000 ആണ്. ആ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 380 ആണ്. അപ്പോൾ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നതാണല്ലോ സേവിങ്സ് എന്ന് പറയുന്നത്. സോ 2000-ൽ നിന്ന് 380 കുറയ്ക്കുക, 1600. അപ്പോൾ നമ്മുടെ റെക്കോർഡ് ബുക്ക്, പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു എണ്ണം തയ്യാറാക്കേണ്ട ആവശ്യമുണ്ട്. അത് എഴുതി തയ്യാറാക്കേണ്ടതുണ്ട് നമ്മൾ. ഓക്കെ, ഇനി ടിപ്സ് ഫോർ മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്. റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ടിപ്സ്. മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഡെയിലി റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. കീപ്പ് ഓൾ ബിൽസ് ആൻഡ് റെസിപ്റ്റ്സ് കെയർഫുള്ളി. എല്ലാ ബില്ലുകളും റെസിപ്റ്റുകളും കെയർഫുള്ളായിട്ട് തയ്യാറാക്കുക. റിവ്യൂ റെക്കോർഡ്സ് റെഗുലർലി. റെക്കോർഡുകൾ റെഗുലറായിട്ട് റിവ്യൂ ചെയ്യുക. അതുപോലെ തന്നെ ചെക്ക് വേർ അൺനെസസറി എക്സ്പെൻസസ് ആർ മെയ്ഡ്. പ്ലാൻ ബജറ്റ് അക്കോർഡിംഗ് ടു റെക്കോർഡ് അനുസരിച്ച് തന്നെ എന്ത് ചെയ്യുന്ന ബജറ്റ് പ്ലാൻ ചെയ്യുക. റെക്കോർഡ് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് നമുക്ക്, അപ്പോൾ ഡെയിലി റെക്കോർഡ്സ് നോക്കുമ്പോൾ നമുക്ക് എഴുതുന്ന അയാൾക്കറിയാം ചിലതൊക്കെ ചിലവ് ആക്കിയത് അനാവശ്യമായിരുന്നു എന്നൊക്കെ അയാൾ സ്വയം തിരിച്ചറിയും. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പർ ബജറ്റിങ്ങിന് ഇത് സഹായകരമാണ്. ഡെയിലി റെക്കോർഡിംഗ് സേവിങ്സിനെ എൻകറേജ് ചെയ്യുന്നു ഈ ഡെയിലി റെക്കോർഡിംഗ്. അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ഗോളുകൾ കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നമുക്ക് നൽകുന്നു. ഹെൽപ്സ് ഇൻ എമർജൻസീസ്, ഒരു എമർജൻസിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇംപ്രൂവ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യുന്നു. ഇതൊക്കെയാണ്. അപ്പോൾ എ റെക്കോർഡ് ടുഡേ സെക്യൂർ എ ബെറ്റർ ടുമാറോ എന്നാണ് പറയാറ്. ഇനി അപ്പോൾ മോഡേൺ ബാങ്കിങ് ഫെസിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ഓൺലൈൻ ട്രാൻസ്ഫർ, ഇതൊക്കെ മോഡേൺ ആയിട്ടുള്ള സൗകര്യങ്ങളാണ്. ഇനി അപ്പോൾ ഇൻകം എന്താണ്? മണി റിസീവ്ഡ് ആണ്. എക്സ്പെൻഡിച്ചർ മണി സ്പെൻഡ് ആണ്. സേവിങ്സ് മണി കെപ്റ്റ് ഫോർ ഫ്യൂച്ചർ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് യൂസിങ് മണി ടു ഏൺ പ്രോഫിറ്റ് ആണ്. ബജറ്റ് പ്ലാൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. മണി ഇൻകം എന്താണ്, റിയൽ ഇൻകം എന്താണ്, ഇവ തമ്മിലുള്ള വ്യത്യാസം. നീഡും ഡിസയറും രണ്ടും രണ്ട് കാര്യങ്ങളാണ്, അവ തമ്മിലുള്ള വ്യത്യാസം. സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും രണ്ട് കാര്യങ്ങളാണ്. ഇനി ചോദ്യങ്ങൾ നോക്കാം. വാട്ട് ഈസ് ഇൻകം മാനേജ്മെൻറ്റ്? ഇൻകം മാനേജ്മെൻറ്റ് എന്താണ്? ഇൻകം മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോപ്പർ പ്ലാനിങ് ആൻഡ് യൂസ് ഓഫ് ഇൻകം ടു സാറ്റിസ്ഫൈ അവർ നീഡ്സ് ആൻഡ് സേവ് ഫോർ ഫ്യൂച്ചർ. വൈ ആർ സേവിങ്സ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് സേവിങ്സ് പ്രധാനമാകുന്നത്? സേവിങ്സ് ഹെൽപ്പ് ഡ്യൂറിങ് എമർജൻസീസ് ആൻഡ് ഫ്യൂച്ചർ നീഡ്സ്. നമുക്കൊരു എമർജൻസി വരുമ്പോൾ, ഫ്യൂച്ചർ നീഡ് വരുമ്പോഴൊക്കെ സേവിങ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നെയിം 2 സോഴ്സസ് ഓഫ് മണി ഇൻകം. മണി ഇൻകത്തിൻ്റെ 2 സോഴ്സ് ഏതൊക്കെയാണ്? സാലറി, ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്, ഇത് രണ്ടുമാണ്. ഗീവ് 2 എക്സാമ്പിൾസ് ഓഫ് റിയൽ ഇൻകം. റിയൽ ഇൻകത്തിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? നമ്മൾ സ്വന്തമായിട്ട് വസ്ത്രം തയ്ക്കാൻ അറിയാമെങ്കിൽ അത് ചെയ്യുക. സ്റ്റിച്ചിങ് ക്ലോത്ത്സ് ബൈ യുവർ സെൽഫ്, കമ്പനി പ്രൊവൈഡഡ് ഹൗസ് അല്ലെങ്കിൽ സ്കൂട്ടർ, ഇതൊക്കെ യൂസ് ചെയ്യുന്നവിടെ. ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് കുറച്ച് പോയിന്റ്സ്. ഇൻകം ക്യാൻ ബി മണി ഇൻകം ഓർ റിയൽ ഇൻകം. പ്രോപ്പർ പ്ലാനിങ് റെഡ്യൂസസ് വേസ്റ്റ്. നീഡ്സ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഡിസയേഴ്സ്. സേവിങ്സ് പ്രൊവൈഡ് ഫ്യൂച്ചർ സെക്യൂരിറ്റി. ഇൻവെസ്റ്റ്മെൻറ്റ് ഹെൽപ്സ് അവർ മണി ടു ഗ്രോ. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു. ആവർത്തിച്ച് കേൾക്കുക, ഒരു നോട്ട് തയ്യാറാക്കുക, എന്നിട്ട് നിങ്ങളുടെ പഠനത്തിന് ഇത് ഹെൽപ്ഫുൾ ആകും